രാജസ്ഥാനും ഗുജറാത്തുമാണെന്ന് നേർക്കുനേർ വന്നത്. ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. ഒരു മാച്ച് പോലും തോൽക്കാതെയാണ് രാജസ്ഥാൻ ഇന്ന് കളിക്കാനിറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ ഗുജറാത്ത് രാജസ്ഥാൻ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ടോസ് നഷ്ടമായ രാജസ്ഥാൻ ഇന്ന് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങി. ജയ്സ്വാളും ബട്ട്ലറുമായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ജയ്സ്വാൾ നല്ല രീതിയിൽ കളിച്ചു വരികയായിരുന്നു. എന്നാൽ താരത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 24 റൺസ് എടുത്ത് ജയ്സ്വാൾ ഔട്ടായി. അതുപോലെ തന്നെ ബട്ട്ലറും പെട്ടെന്ന് ഔട്ടായി. ഇതോടുകൂടി രാജസ്ഥാൻ ഒന്ന് അടിപതറി. കഴിഞ്ഞ മത്സരത്തിൽ ബട്ട്ലറായിരുന്നു മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ജയ്സ്വാൾ കൂടി ഫോമായാൽ രാജസ്ഥാനെ നല്ലൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് കിട്ടുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ ആദ്യം തന്നെ 2 വിക്കറ്റ് പോയി. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ സഞ്ജു ഒരുക്കമല്ലായിരുന്നു. സഞ്ജു ടീമിനെ മുന്നിൽ നയിച്ചു. മികച്ച രീതിയിലാണ് സഞ്ജു ഇന്ന് ബാറ്റ് ചെയ്തത്. സഞ്ജുവിന് സപ്പോർട്ടായിട്ട് റിയാൻ പരാഗും അടിച്ചു കളിച്ചപ്പോൾ രാജസ്ഥാൻ സ്കോർ ബോർഡ് കുത്തനെ കുതിക്കാൻ തുടങ്ങി. സഞ്ജുവും റിയാൻ പരാഗും ഇന്ന് നല്ല രീതിയിലാണ് കളിച്ചത്. രണ്ടുപേരും 50 അടിച്ചു. സഞ്ജു 68ഉം റിയാൻ പരാഗ് 76 റൺസുമാണ് അടിച്ചു കൂട്ടിയത്. ഒരു ക്യാപ്റ്റന്റെ കടമ സഞ്ജു കൃത്യമായി ഇന്ന് നിർവഹിച്ചു. അങ്ങനെ ഇന്ന് രാജസ്ഥാന് മികച്ചൊരു ടാർഗറ്റ് ലഭിച്ചു. 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 20 ഓവറിൽ 196 റൺസാണ് രാജസ്ഥാൻ ഇന്ന് അടിച്ചു കൂട്ടിയത്. ഗുജറാത്തിനെ സംബന്ധിച്ച് വലിയൊരു സ്കോറായിരുന്നു. പിന്നീട് ഗുജറാത്ത് സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. അവർക്ക് തുടക്കം തന്നെ ഗംഭീരമായിരുന്നു. സായ് സുദർശനും ശുഭ്മാൻ ഗില്ലുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടുപേരും ശ്രദ്ധയോടെയാണ് ഇന്ന് കളിച്ചത്. രാജസ്ഥാന് 1 വിക്കറ്റ് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ സഞ്ജു ഈ ഒരു കൂട്ടുകെട്ട് പൊളിച്ചു. 8ാമത്തെ ഓവറിൽ കുൽദീപ് സെനെ കൊണ്ടുവന്ന് സായ് സുദർശന്റെ വിക്കറ്റ് സഞ്ജു നേടി. ഒരു LBയിലൂടെയാണ് സായ് സുദർശൻ ഔട്ടായത്. ഈ ഒരു കൂട്ടുകെട്ട് പൊളിച്ചത് സഞ്ജുവിന്റെ തന്ത്രമായിരുന്നു. പിന്നീട് 10ാം ഓവറിൽ മാത്യു വേഡും ഔട്ടായപ്പോൾ ഗുജറാത്ത് ശരിക്കും ഒന്ന് പേടിച്ചു. പെട്ടെന്നാണ് അവരുടെ 2 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നീടും ഗുജറാത്തിന്റെ വിക്കറ്റുകൾ പോയിക്കൊണ്ടേയിരുന്നു. ആരു പോയാലും കളി വിട്ടുകൊടുക്കാൻ ഗില്ല് ഒരുക്കമില്ലായിരുന്നു. ഗില്ല് ഒരു ഭാഗത്ത് നിന്ന് അടിച്ചു കളിച്ചു. എന്നാൽ സഞ്ജു ചഹലിനെ കൊണ്ടുവന്ന് ഗില്ലിനെ പുറത്താക്കി. മികച്ചൊരു സ്റ്റംപിങ്ങിലൂടെയാണ് സഞ്ജു ഗില്ലിനെ പുറത്താക്കിയത്. ഗില്ല് പോയത് ഗുജറാത്തിന് തിരിച്ചടിയായിരുന്നു. 72 റൺസ് ഗില്ല് ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടി. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി വിലയിരുത്തിയാൽ 2 ടീമും നന്നായി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.